ഹായ്, ഡെയിമിക് ബിലീവ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മോട്ടിവേഷണൽ ടിപ്സ് ആൻഡ് സ്റ്റോറീസ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് പുതിയ ഒരു ടിപ്സുമായി കടന്നു വരാം. വിദ്യാസമ്പന്നനായ ഒരു യുവാവ് തൻ്റെ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ഒരു കമ്പനി വിസിറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ വിശാലമായ കമ്പനി, വല്ല എക്സ്പോർട്ടിംഗ് ഉണ്ട്, കോടാനുകൂടി ബിസിനസ് നടക്കുന്ന കമ്പനിയാണ്, ഒരുപാട് തൊഴിലാളികളുണ്ട്. ഈ കമ്പനി ഇഷ്ടപ്പെട്ടപ്പോൾ ഇതിൻ്റെ ഓണർക്കാരൻ ഈ യുവാവ് തീരുമാനിച്ചു. അങ്ങനെ ഓണറുടെ ക്യാബിനിലോട്ട് എത്തിയപ്പോൾ തനിക്ക് പരിചയമുള്ള ഒരു യുവാവാണ് ഓണർ എന്ന് മനസ്സിലായി. പേരും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ തൻ്റെ ബാല്യകാല സുഹൃത്തായ ഈ ഓണർ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, നീ എങ്ങനെയാണ് ഈ കമ്പനി തുടങ്ങാൻ, നിനക്ക് എങ്ങനെയാണ് ആശയം ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സംഭവം വിവരിക്കുകയാണ്. നമ്മൾ ഒരു സംരംഭം തുടങ്ങാൻ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു നാട്ടിലോട്ട് പോയത് ഓർക്കുന്നില്ല. പോയി എന്നിട്ട് നിന്നെ നമ്മൾ പരസ്പരം അകലുകയും നിന്നെ തേടി ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു. നീ എൻ്റെ കൂടെ വന്നു, അത് ഓർമ്മയില്ലേ ചോദിച്ചു. ഓർമ്മയുണ്ട്. ഈ കമ്പനിയുമായിട്ട് ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മളൊന്ന് വഴിതെറ്റിപ്പോയി. നീ ഒരു ആളുകളില്ലാത്ത പ്രദേശത്തോട്, ഞാൻ കൊടുങ്കാടിലോട്ടും മൃഗങ്ങളും സിംഹങ്ങളും കടുവകളുടെ കൊടുങ്കാടിലോട്ടുമാണ് പോയത്. എനിക്ക് പേടിയില്ലായിരുന്നു, എനിക്ക് ഓർമ്മശക്തിയുമില്ലായിരുന്നു. അങ്ങനെ കാലങ്ങളായി ഒരുപാട് കാലം ഞാൻ ആ കാട്ടിൽ ജീവിച്ചു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഓർമ്മശക്തി തിരികെ ലഭിച്ചു. അപ്പോൾ എൻ്റെ ധൈര്യവും പോയിരുന്നു. അങ്ങനെ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്നെ തേടി വന്നപ്പോൾ നീ ഒരു മലഞ്ചെരുവിൽ ഏകാന്തനായി ഇരിക്കുന്നതാണ്. നിനക്കെന്നെ മനസ്സിലായില്ല. ഞാൻ ഒരു പഴമെടുത്ത് നിനക്ക് ഭക്ഷിക്കാൻ തന്നപ്പോൾ നിനക്ക് ഓർമ്മശക്തി തിരികെ ലഭിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. അത് ഈ കമ്പനി തുടങ്ങാനുള്ള ഐഡിയയുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പഴം എനിക്ക് കാട്ടിൽ നിന്ന് ഒരു സിംഹം തന്നതായിരുന്നു. ആ സിംഹം തന്നത് ഒന്ന് ഭക്ഷിച്ചപ്പോൾ എനിക്ക് ഓർമ്മശക്തി ലഭിച്ചത്. അതുകൊണ്ടാണ് നിന്നെ തേടി പിടിക്കാൻ സാധിച്ചത്. അത് ഞാനൊരു ഐഡിയയായി ഉപയോഗപ്പെടുത്തി ഓർമ്മശക്തി ഓർമ്മശക്തി കൂട്ടാനുള്ള ഒരു മരുന്ന് ഞാൻ ഗവേഷണം കണ്ടെത്തി. ഇന്ന് കോടികളുടെ ആസ്തിയുള്ള ഒരു മോണോപോൾ ബിസിനസ്സാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഈ വിദ്യാസമ്പന്നനായ യുവാവ് അദ്ദേഹത്തോട്, അന്ന് നമുക്കൊരു ആദിവാസി ഒരു നല്ല മധുരമുള്ള ജ്യൂസ് തന്ന ഓർമ്മയില്ല, ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വഴി തെറ്റിയത്. അത് കാരണമാണ് നമുക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതും ധൈര്യം കൂടിയത്. നമുക്ക് അതൊരു ഐഡിയയാക്കി മാറ്റുകയാണെങ്കിൽ ധൈര്യം കൂടാനും ഓർമ്മശക്തി കുറയാനുള്ള ഒരു മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ അവർ അതിൽ ഗവേഷണം നടത്തി മറ്റൊരു പ്രോഡക്റ്റ് കൂടി മാർക്കറ്റിലിറക്കി. അങ്ങനെ ലോകത്തെ അറിയപ്പെട്ട കോടീശ്വരന്മാർ. താങ്ക്സ് ഓൾ. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഓൾ.